അയ്യോ ഒന്നും പ്രയോഗിക്കാറില്ല. ഞാൻ അങ്ങോട്ട് പറയാറ ഒന്ന് പ്രയോഗിക്കൂ. കല്യാണം കഴിഞ്ഞ ശേഷല്ലേ? ഞാനോ? അയ്യോ സോറി, ചോദ്യം ചോദിച്ചത് കല്യാണം കഴിഞ്ഞതിന് ശേഷം എങ്ങനെ ചാക്കിലിടാന്നല്ലേ. ഒന്നും ചെയ്യാറില്ല. ഞാൻ പറയാം, ഞാൻ ഒരിക്കലും അടികയാത്ത ഒരാളാണ് കേട്ടോ. ഈ പെൺപിള്ളേർക്ക് ഞാൻ പറഞ്ഞ പോലെ മറ്റുള്ള കാര്യങ്ങളൊന്നുമില്ല, വേറെ എന്തെങ്കിലും ചെറിയ ചെറിയ കാര്യങ്ങളിലായിരിക്കും. ചിലപ്പോ ഒരു പഴംപൊരി മേടിച്ചു കൊടുത്തില്ല, അതിനായിരിക്കും അടിയ. നിങ്ങൾ ഒരിക്കലും അനക്ക് തന്നാൻ വിടൂല, അനക്കൊരു സാധനം മേടിച്ചില്ല. എന്ത് ഭാഷ ഇത്? കണ്ണൂർ ഭാഷ. കണ്ണൂർ ഭാഷയിൽ പറഞ്ഞേട്ടാ. ഇങ്ങനെ ഞാൻ ഒരു ബിരിയാണിക്കല്ലേ ചോദിച്ചിട്ടില്ല, നിങ്ങൾ ഒരു ബിരിയാണി മേടിച്ചിട്ടില്ല, പഴംപൊരി മേടിച്ചില്ല, കോഴിക്കാൽ മേടിച്ചില്ല. അപ്പൊ ഞാൻ പറയും, എടി പുറത്ത് പോയി കഴിഞ്ഞാൽ ഈ പൊടി പിടിച്ചതും ഈ 10 പ്രാവശ്യം 10 ദിവസം ചിലപ്പോൾ ഒരേ ഓയിലൊക്കെ വറുത്തതായിരിക്കും. ഹെൽത്തി ആയിട്ടുള്ള നീ എന്തെങ്കിലും പറയും, ഞാൻ വാങ്ങിച്ചു തരാം. അതൊന്നും ഇയാൾക്ക് വേണ്ട. അപ്പം അതിനൊക്കെ ആയിരിക്കും ചിലപ്പോ അടി ചെയ്യുന്നുണ്ടാവുക, അല്ലാതെ വേറെ കാര്യങ്ങൾക്കൊന്നും ഞാൻ അടി ഉണ്ടാക്കുകയില്ല. ഒരു പരമ്പരയുടെ പേരിലാണോ നിങ്ങൾ ഇത്ര നല്ലൊരു വരവുണ്ടാക്കിയിട്ടുള്ളത്? വഴക്കുണ്ടാക്കിയത്. പിന്നെ ചില സമയം മിറി പണ്ട് ഭയങ്കര OCD ആയിരുന്നു ഈ ക്ലീനിങ്ങിന്റെ കാര്യത്തില്. ക്ലീൻ ചെയ്തോണ്ടേയിരിക്കും. ഇപ്പം നമ്മുടെ നോർത്ത് 22 കാലത്തിനകത്ത് അത്രക്കില്ല. അയ്യോ അത്രക്കൊക്കെ ആയിട്ടുണ്ട് ചിലപ്പോ നമ്മൾ രണ്ടും അടിച്ച് വെച്ചിട്ടുണ്ടാകും. മിത്തായിട്ട് പക്ഷെ അങ്ങനെയല്ല. നമ്മൾ രണ്ടാണ് കംപ്ലീറ്റ് ഡിഫറെന്റ് ആട്ടോ. ഈവൻ ഫുഡ്, ക്യാരക്ടർ എല്ലാം ഡിഫറെന്റ് ആണ്. മെയിൻ ആയിട്ട് ഡിഫറെന്റ്, ഇപ്പോഴും ഡിഫറെന്റ് ആയിട്ടുള്ള ക്വാളിറ്റീസ് എന്തൊക്കെയാണ്? ഒന്ന് മിത്തുവേട്ടൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് സാധനം ഒന്നും എടുത്തെടുത്ത് അത് എനിക്ക് പ്രഗ്നൻസി കഴിഞ്ഞ ശേഷം എനിക്ക് കുറച്ച് ഒന്ന് ഡിസോർഡർ ആയിട്ടുണ്ട്. അത് മില്യോന്റെ പുറകെ നടക്കുന്നുണ്ട്. പക്ഷെ മിത്തുവേട്ടൻ ഒട്ടും ഈ ശ്രദ്ധിക്കാത്ത ആളാണ്. ടവൽ, അത് അവിടെ നനഞ്ഞ ടവല് ബെഡിൽ വെക്കുക, ഗ്ലാസ് ബെഡിൽ വെക്കാൻ പാടില്ല ചേട്ടാ. പിന്നെ ഫുഡിന്റെ കാര്യത്തിൽ പക്ഷെ എനിക്ക് ലക്കാണ്. കാരണം ക്യാബേജ് പുഴുങ്ങി കൊടുത്താലും തിന്നു. മുളക് വേണ്ട, ഉപ്പ് വേണ്ട, ഒന്നും വേണ്ട, മസാല ഒന്നും വേണ്ട. വെറുതെ ചിക്കൻ വെള്ളത്തിലിട്ട് പുഴുങ്ങി അതിൽ വേണമെങ്കിൽ വെളുത്തുള്ളി ഇട്ട് കൊടുത്തു കഴിഞ്ഞാല് വിത്തായിട്ടും കഴിക്കും. ഇനിയിപ്പൊ അങ്ങനെ പറഞ്ഞാൽ മതിയല്ലോ. പക്ഷെ എനിക്ക് നല്ല ബിരിയാണി വേണം, കുറച്ച് എരിവുണ്ടായിരിക്കണം, പുളി കുറച്ച് വേണം. അപ്പൊ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമ്മൾ നല്ലൊരു ബിരിയാണി കിട്ടുന്ന സ്ഥലത്ത് കൊണ്ടുവന്ന് വെച്ചോ, ആ സമയത്തായിരിക്കും ഈ കുരിപ്പ് കറി എനിക്ക് വേണ്ടാന്ന്, എനിക്ക് ഇത് വേണ്ട, എനിക്ക് ഇന്ന് പരിപ്പ് കറിയും ചോറും മതി മിത്തുവട്ടാന്ന്. ചേച്ചിയുടെ ഒരു 4 നല്ല ക്വാളിറ്റി പറയാമോ? ഞാൻ ചേട്ടൻ എന്ത് പറയും? 4 10 ഉണ്ടെന്ന് അറിയാം, എന്നാലും നമുക്ക് സമയത്തിന്റെ ഒരു ഇല്ലായ്മ കൊണ്ട് നമുക്ക് ചുരുക്കാം. നല്ല ക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഭയങ്കര സപ്പോർട്ടീവ് ആണ്. നമ്മളിപ്പം നമ്മളുടെ വഴക്കുകളൊന്നും ഒരിക്കലും പുറത്തു പോകാറില്ല, വഴക്ക് കൂടാറില്ല. ഫസ്റ്റ് ഓഫ് ഓൾ ഇത് മാത്രമേ ഇങ്ങോട്ട് വരുള്ളൂ. ഞാൻ എത്ര കല്ലെറിഞ്ഞാലും അതാണ് എനിക്ക് ദേഷ്യം. ചുമരിനോട് പറഞ്ഞോണ്ടിരിക്കുന്ന പോലെ തോന്നുന്നു എനിക്ക്.